ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മറ്റ് വ്യക്തി ജീവിതങ്ങളെ എല്ലാവരെയും ദൂരത്തും ചാരത്തും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളും വേഗവരതവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ കടക്കുവാൻ സാധിക്കത്തുള്ളൂ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ കർത്താവെ, ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ. ദൈവവചനത്തിന് വിരീതമായി പൊങ്ങുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാര ശക്തികൾ ഉടഞ്ഞു മാറട്ടെ. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. കർത്താവേ, അനേകർ നിരാശയിലും ഭാരത്തോടും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. ഭാരങ്ങൾ, ആകുലതകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. കുടുംബത്തിൻ്റെ രോഗശക്തികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. വാഴ്ചയുടെ അധികാര ശക്തികൾ, ദുർലോക ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് കർത്താവേ, നീ ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലവ് ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും ദൈവഹിതം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിൻ്റെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരരെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ദൈവം കേൾക്കാത്ത കാര്യം, പല പ്രാർത്ഥനയിലും കേൾക്കാത്ത കാര്യം, നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായി മാറണം. പലരുടെയും ജീവിതത്തിൽ മനസ്സ് പുതുക്കാത്ത അവസ്ഥയുണ്ട്. അത് ഒന്നാമത്തെ കാരണം, ഹൃദയത്തിനുള്ളിൽ വിദ്വേഷവും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, നിങ്ങൾ മനുഷ്യരുടെ അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ ഒരു ബുദ്ധിയുള്ള ആരാധന നിൻ്റെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ, ഒന്ന്, നിൻ്റെ കൂട്ടു സഹോദരനോട്, രക്തബന്ധങ്ങളോട് നിന്നെ ഉപദ്രവിച്ചോട് നീ പൂർണ്ണമായി ആഴമായി ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും സാധിക്കണം. നീ അവരുടെ തെറ്റുകൾ, അവരുടെ കുറവുകൾ നീ ക്ഷമിച്ചാൽ നിൻ്റെ പാപങ്ങളും സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് പൂർണ്ണമായി ക്ഷമിക്കും. നീ അവരുടെ തെറ്റുകളെ നീ പൂർണ്ണമായി ക്ഷമിച്ചില്ല എങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവും നിന്നോട് അങ്ങനെ തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതങ്ങൾ,
നമുക്ക് ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചത് കാണും അവരെ പൂർണ്ണമായി ക്ഷമിക്കുവാനും കർത്താവ് പറഞ്ഞതുപോലെ അവരെ സ്നേഹിക്കുവാനും സാധിക്കണം. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. കർത്താവ് പഠിപ്പിച്ചത് ശത്രുവിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് നന്മ ചെയ്യുവാൻ സാധിക്കണം. അതാണ് ക്രിസ്തുവിൻ്റെ ദർശനം, ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടതാണ്. അതാണ് ക്രിസ്തുയേശുവിൻ്റെ മനോഭാവം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം ഉറക്കെ പിടിക്കാതെ ദാസരവുമെടുത്ത് മനുഷ്യനായി പിറന്നു. അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ, ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. നമ്മളെ ഉപദ്രവിച്ചത് കാണാം, ഒരിക്കലും പൊറുക്കുവാൻ പറ്റാത്ത വ്യക്തി ജീവിതങ്ങൾ കാണാം. അങ്ങനെ ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേക കുടുംബങ്ങൾ ഇന്ന് തകർച്ചയുടെ അവസ്ഥയിൽ നിൽക്കുവാൻ ഒറ്റ കാരണമാണ് നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി നീ ക്ഷമിക്കുവാൻ തീരുമാനമെടുത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ചില അധികാരങ്ങൾ ഉപയോഗിക്കുന്ന ചില വ്യക്തികളുണ്ട്. നമുക്കാർക്കും ശത്രുവിനെ ഉപദ്രവിക്കുവാൻ അധികാരം ദൈവം നൽകിയിട്ടില്ല. കർത്താവ് പറഞ്ഞത്, നീ നിൻ്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നീ ശത്രുവിനെതിരെ പ്ലാൻ പദ്ധതി ഒരുക്കിയാൽ നിൻ്റെ ജീവിതത്തിൽ ഭൗതികമായി ഉയരുവാൻ സാധിക്കത്തില്ല. 2, നിനക്ക് ആത്മീയ മണ്ഡലത്തിൽ വളരുവാൻ സാധിക്കത്തില്ല. അതിനാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരുടെ അവരുടെ പിഴവുകളെ ക്ഷമിച്ചാൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴവുകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴവുകളെ ക്ഷമിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യുവാൻ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുന്നവരായി മാറണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നിൻ്റെ ജീവിതത്തിൽ നല്ല ഒരു ആരാധന ചെയ്യണമെങ്കിൽ നീ ആഴമായി ക്ഷമിക്കുന്ന വ്യക്തിയായി മാറണം. നീ ആഴമായി ക്ഷമിക്കണമെങ്കിൽ നീ നല്ല ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യുന്ന വ്യക്തിയായി മാറണം. നീ നല്ല ഒരു ആരാധന ചെയ്യുന്ന വ്യക്തിയായി മാറണമെങ്കിൽ നീ ആഴമായി നിന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കുവാൻ, പൊറുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിനക്ക് സാധിക്കണം. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ല ബുദ്ധിയുള്ള ഒരു ആരാധന ചെയ്യുവാൻ സാധിക്കും. 1 തെസ്സലോനിക്കർ 4:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ചു പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഈ കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങൾ, അഴുക്കുകളെ കളഞ്ഞ് നിരന്തരം നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പണമുള്ളവരായി മാറണം. ഓരോ ദിവസങ്ങളിലും, രാവിലെയിലും വൈകിട്ടും രാത്രിയിലും ദിവസത്തിൽ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകൾ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ, ഒന്ന് പ്രാർത്ഥിക്കുവാൻ. കർത്താവേ, ഈ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ നോട്ടത്തിലോ നടപ്പിലോ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ കുറവുകൾ വന്നുപോയി. അവിടുന്ന് എന്നോട് ക്ഷമിക്കണം, അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അത് ബുദ്ധിയുള്ള ആരാധനയാണ്.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഈ കൽപ്പനകളെ തന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങളുടെ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിലുള്ള വിശുദ്ധീകരണത്തിലും മനത്തിലും തൻ്റേതായ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്ക് ഒക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛിക്കുന്നവൻ മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവം നമ്മളെ വിളിച്ചത് അശുദ്ധിക്കായല്ല, വിശുദ്ധീകരണത്തിനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണവും ക്രമപ്പെടുത്തലും ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഒന്ന്, നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ആഴമായി ക്ഷമിക്കുവാൻ സാധിക്കണം. 2, നീ സ്നേഹിക്കുവാൻ സാധിക്കണം. കൂട്ടുകാരൻ തന്നെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ. നിൻ്റെ കാണപ്പെടുന്ന കൂട്ടുകാരനെ അവൻ്റെ ഞെരുക്കമധ്യയിൽ നീ സ്നേഹിക്കുവാനും അവനെ സഹായിക്കുവാനും അവനെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് നിനക്ക് ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യുവാൻ സാധിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ആഴമായി ക്ഷമിക്കുവാൻ സാധിക്കണം. 2, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കണം. അതെ, നീ സ്നേഹിക്കാൻ പറ്റാത്ത വ്യക്തിയാണോ? നീ ജീവിതത്തിൽ എന്ത് നേടിയാലും അത് ഒന്നുമല്ല. 1 കൊരിന്ത്യർ അതിൻ്റെ 13:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചമ്പല ചിലമ്പ് പോലെ കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായാൽ സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം ഞാൻ അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യുവാൻ നമ്മൾ 1 ക്ഷമിക്കണം. 2, സഹോദരന്മാരെ സ്നേഹിക്കുവാൻ സാധിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യുവാൻ. 3, നിൻ്റെ കൂട്ടു സഹോദരനെ അതേ ആദരിക്കുന്നവനായി മാറണം. നീ കൂട്ടു സഹോദരനെ ബഹുമാനിക്കുന്നവനായി മാറണം, ആദരിക്കുന്നവനായി മാറണം. എന്നെങ്കിൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യുവാൻ, ആ ബുദ്ധിയുള്ള പ്രാർത്ഥന ചെയ്യുവാൻ നിനക്ക് സാധിക്കത്തുള്ളൂ. നിൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുന്നവനായി മാറണം. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യണമെങ്കിൽ
നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുമെന്ന്. നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അവമാനം വരുത്താതെയും ഇരിക്കുന്നവർ. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെങ്കിൽ നീ 1 സത്യം പറയുന്നവനായി സാധിക്കണം, 2 നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അവമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. നല്ല ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യണമെങ്കിൽ നിൻ്റെ കൂട്ടുകാരനെ നീ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സാധിക്കണം. കള്ളം പറയാതെ, അപമാനം പറയാതെ, ദോഷം ചെയ്യാതെ, നീ കൂട്ടുകാരനെതിരെ ഇല്ലാത്ത അപവാദങ്ങളുണ്ടാക്കാതെ നീ അവനെ റെസ്പെക്റ്റ് ചെയ്യുവാൻ, അവനെ ബഹുമാനിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, നീ അവനെ ആഴമായി സ്നേഹിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, നീ അവനെ ബഹുമാനിക്കുവാനും സൽക്കരിക്കുവാനും സാധിക്കുന്നുവെങ്കിൽ, അവിടെയാണ് നിനക്ക് ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യുവാൻ, ഒരു ബുദ്ധിയുള്ള പ്രാർത്ഥന ചെയ്യുവാൻ നിനക്ക് സാധിക്കത്തുള്ളൂ. നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവർ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവഭക്തരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. നീക്ക് നല്ല ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യുവാൻ, നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ യഹോവഭക്തനെ ബഹുമാനിക്കുന്നവനായി, കർത്താവിൻ്റെ ദാസന്മാരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സൽക്കരിക്കുന്നവനും ആയി മാറണം. നിനക്ക് ദൈവം അവസരങ്ങളെ നൽകുമ്പോൾ അതിനെ തട്ടിമാറ്റിപ്പോയാൽ നിൻ്റെ പ്രാർത്ഥന പലതും ദൈവം കേൾക്കത്തില്ല. നിൻ്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചന അടിസ്ഥാനത്തിൽ നീ ആദരിക്കുന്നവനായി, സൽക്കരിക്കുന്നവനായി, ബഹുമാനിക്കുന്നവനായി മാറണം. വഷളനെ നിന്ദയായി എണ്ണുകയും യഹോവഭക്തരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദന വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവകം പലിശയ്ക്ക് കൊടുക്കാതെയും. അതെ, നിൻ്റെ പല പ്രാർത്ഥനകളും കേൾക്കാത്ത കാരണം നീ പലിശയ്ക്ക് കൊടുക്കുന്ന കാരണം പലപ്പോഴും നിൻ്റെ യാഗങ്ങൾ ദൈവസന്നിധിയിൽ എത്തത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയായി മാറരുത്. നീ ദാനം കൊടുക്കുന്നവനായി മാറണം, സഹായിക്കുന്നവനായി മാറണം. അവിടെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തുള്ളൂ. നിൻ്റെ കാപട്യമായ പ്രാർത്ഥനകൾ അവൻ കേൾക്കുന്നവനല്ല. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നവനായ ദൈവം, അവൻ സർവശക്തനായ ദൈവമാണ്. ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കിയവനായ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ മനുഷ്യനെ ഒരു വശം പറ്റിക്കുവാൻ സാധിക്കും, മനുഷ്യനോട് കാപട്യം കാണിക്കുവാൻ സാധിക്കും. എന്നാൽ എൻ്റെ ദൈവം സർവ്വതും അറിയുന്നവനാണ്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്തു നിന്നും ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിൻ്റെ വഴികളും നിൻ്റെ യാത്രകളും നിൻ്റെ ഹൃദയത്തിൻ്റെ കാപട്യങ്ങൾ മുഴുവനും അറിയുന്ന ഒരു സ്വർഗമുണ്ട്, ഒരു സ്വർഗീയ അതോറിറ്റി സർവ്വവും അറിയുന്നു. നീ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അതേ കുറവുകളുണ്ട്, ഞാൻ അനേകരോട് പിണങ്ങിയിരിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബത്തോട്, ചില മാതാപിതാക്കളോട്, ചില സഹോദരിമാരോട്, ചില പിതാക്കന്മാരോട്, ചില അഭിഷക്തന്മാരോട് നീ വർഷങ്ങളായി
പിണങ്ങിയിരിക്കുന്ന, വൈരാഗ്യത്തോടെ വിദ്വേഷത്തോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് അവരായി ഒന്ന് രമ്യതപ്പെടുവാൻ നീ തീരുമാനമെടുത്താൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി, നിൻ്റെ ശൂന്യതകളെ മാറ്റി ഞാൻ നിന്നെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വർഷങ്ങളായി വിദ്വേഷവും വൈരാഗ്യവുമായിരിക്കുന്ന ചില മാതാപിതാക്കളോട്, ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ആര് ഏറ്റെടുക്കുന്നുവോ, കർത്താവെ ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് ആര് സമർപ്പിക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ, അതേ ജീവിതത്തിൽ സമൃദ്ധി നൽകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. കേട്ട വചനത്തിന് മുന്നിൽ ഒന്ന് ഏറ്റെടുക്കുവാൻ, കർത്താവെ നീ എന്നോട് സംസാരിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ കുറവാണ്, എൻ്റെ ബലഹീനതയാണ് എന്നോട് സംസാരിച്ചത്. ആമി കർത്താവെ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ആര് പറയുന്നുവോ, അവരുടെ കുടുംബത്തിൽ വർഷങ്ങളായി അടഞ്ഞ ചില വഴികൾ സ്വർഗം തുറക്കുകയാണ്. അവൻ ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. അവൻ ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. അരുൾ ചെയ്ത കർത്താവ് പറയുന്നു, നീ ഇന്ന് ക്ഷമിക്കുവാൻ തീരുമാനമെടുത്താൽ, ഇന്ന് സ്നേഹിക്കുവാൻ തീരുമാനമെടുത്താൽ, നീ ആഴമായി ഒന്ന് ക്ഷമിക്കുവാൻ തീരുമാനമെടുത്താൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുമെന്ന് ഈ പ്രോഗ്രാം കാണുന്ന ദൂരത്തും ചാരത്തുമായുള്ള ചില വ്യക്തിമണ്ഡലങ്ങളോട്, കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. റോക്കുലോ ശന്തന റൗഡ ഹത്തിയ, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്തു നിന്നും ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്തു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് എൻ്റെ നാവിന്മേൽ ഇല്ല. നീ മുമ്പിലും പിമ്പിലും എന്നെ അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ ഞെരുക്കത്തിൽ കഷ്ടതയിലിരിക്കുവാൻ ഒന്നാമത്തെ കാരണം നീ ആഴമായി ക്ഷമിക്കുവാൻ സാധിച്ചില്ല. നീ ശ്രമിക്കാതെ നിൻ്റെ കൂട്ടുസഹോദരനോട്, രക്തബന്ധത്തോട്, നിൻ്റെ ബന്ധുമിത്രാദിയോട്, നിൻ്റെ മറ്റ് സഹോദരന്മാരോട് നിനക്ക് ആഴമായി ക്ഷമിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും നിനക്കൊരു ബുദ്ധിയുള്ള ആരാധന ചെയ്യുവാൻ സാധ്യമല്ല. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ വചനം കേൾക്കുമ്പോൾ ആര് ഇന്ന് സമർപ്പിക്കുന്നുവോ, ആര് ഈ വചനം ഏറ്റെടുക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു യേശു കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇനി ഒരു ബുദ്ധിയുള്ള ആരാധനയായി ചെയ്യുന്നവരായി മാറട്ടെ. ജീവിതത്തിൽ ഒന്ന് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കട്ടെ. ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ അതേ ഉണ്ടാകട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. കർത്താവെ, ഈ മീഡിയയിലൂടെ കാണുന്ന ഓരോ കുടുംബത്തെയും സമർപ്പിക്കുന്നു. അനേക കുടുംബങ്ങൾ ഉയരുവാൻ പറ്റാതെ തകർച്ചയുടെ അവസ്ഥയിൽ നിൽക്കുവാൻ കാരണം അവരെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാതെ വിദ്വേഷത്തോടെ വൈരാഗ്യത്തോടെ ഇരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ അവരോട് ആഴമായി ക്ഷമിക്കുവാൻ, അവരോട് സ്നേഹിക്കുവാൻ, എന്നിട്ട് ദൈവസന്നിധിയിൽ ഒരു ബുദ്ധിയുള്ള യാഗം കഴിക്കുവാൻ, ഒരു ബുദ്ധിയുള്ള ആരാധന കഴിക്കുവാൻ ഈ കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ. അതിന് പിന്നിൽ വ്യാപരിക്കുന്ന, അതിന് ബുദ്ധിയുള്ള ആരാധന ചെയ്യുവാൻ പിന്നിൽ വ്യാപരിക്കുന്ന തടസ്സമായി നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ പാതാള ശക്തികൾ നസ്രീന യേശുവിൻ നാമത്തിൽ മാറിപ്പോട്ടെ. ഐ ഹെബോനോ റോസോ ലോത്തോറിയ നദിയ, ഐ കീമോനോ ഷിക്കുലു റിയാന ഹസ്തിയ, അന്താ റുബ ഹതിയാനഗസ്യ. കഥാവി കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഇടവരട്ടെ. അത് ഇന്നു മുതൽ ഒരു ബുദ്ധിയുള്ള ആരാധന ചെയ്യുവാൻ, എൻ്റെ ഭവനത്തിൽ ഒരു ബുദ്ധിയുള്ള യാഗം കഴിക്കുന്നവരായി മാറട്ടെ. കൂട്ടു സഹോദരനോട്, രക്തബന്ധത്തോട് വർഷങ്ങളായി ചില
ചില പിണങ്ങിയിരിക്കുന്ന കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. പ്രിയ വ്യക്തി ജീവിതമേ, നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ അവനോട് പൂർണ്ണമായി ക്ഷമിക്കുവാൻ, നീ ആഴമായി അവരെ സ്നേഹിക്കുവാൻ നീ ഇന്നൊരു തീരുമാനമെടുത്ത് നിൻ്റെ ശൂന്യതകളെ മാറ്റി ഞാൻ ദേശത്ത് നിന്നെ ഉയർത്തുമെന്ന് ചില വ്യക്തിമണ്ഡലങ്ങളോട്, ശൂന്യാവസ്ഥയിലിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും വിളിച്ചവനായ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ കേട്ട വചനമൊന്ന് ഏറ്റെടുക്കുവാൻ കർത്താവെ, ഈ വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ പൂർണ്ണമായി ഏറ്റെടുത്ത് ആ വചനം 30, 60 അത് 100 മേനി ഫലം കായ്ക്കുവാൻ, അനേകരുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടുവാനും സമൃദ്ധി ഉണ്ടാകുവാനും ഈ വചന ശുശ്രൂഷയിലൂടെ ഇടവരട്ടെ. ഈ കേട്ട എല്ലാ വ്യക്തി ജീവിതങ്ങളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ആത്മീയ നന്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.